D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സ് സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് പെറ്റ്സ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഡോഗ്സാണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ആദ്യത്തെ സെക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. യൂറോപ്യൻ ലൈൻ ഡോബർമാൻ്റെ പപ്പീസാണ്. വിത്തൗട്ട് KCI ആണ് വരുന്നത്. 10 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. വിത്തൗട്ട് KCI ആണ്. അപ്പോൾ യൂറോപ്യൻ ലൈൻ ഡോബർമാൻ പപ്പീസാണ്. വിത്തൗട്ടാണ്. 10,000 രൂപയാണ് പപ്പീസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം തന്നെയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 5,500 ലാബിൻ്റെ പപ്പീസിന് ചോദിക്കുന്ന റേറ്റ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 5,500 ലാബിൻ്റെ പപ്പീസിന് വരുന്ന റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്കൊരു നല്ലൊരു ഫ്രീ അഡോപ്ഷൻ ലാബും കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്ന ലാബിൻ്റെ പപ്പീസിന് വരുന്നത് 5,500. അടുത്ത് വന്നിരിക്കുന്നത് ഡാഷിൻ്റെ മെയിൽ പപ്പീസാണ്. 4,000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഡാഷിൻ്റെ നല്ല ക്വാളിറ്റി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 4,000 രൂപയാണ് പീസ് റേറ്റിന് ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പിയാണ്. മെയിൽ പപ്പിയാണ്. സ്റ്റഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20,000 രൂപയാണ് ചോദിക്കുന്നത്. വിത്ത് KCI ആണ്. 20,000 രൂപയാണ് യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പിയാണ് വരുന്നത്. വിത്ത് KCI 20,000 രൂപയാണ്. ലൊക്കേഷൻ കൊല്ലം തന്നെയാണ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഇമ്പോർട്ട് റോട്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യനാണ് ഫാദർ വരുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് ഒരു പപ്പിക്ക് വരുന്ന റേറ്റ്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇമ്പോർട്ട് ചാമ്പ്യൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 25,000 രൂപയാണ് പപ്പീസിൻ്റെ റേറ്റ് വരുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സും പ്രാവുകളാണ് വന്നിരിക്കുന്നത്. മലപ്പുറം കൊളത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലുട്ടിനോ ഓറഞ്ചാണ് വന്നിരിക്കുന്നത്. അത് 2 ബ്രീഡിംഗ് പെയറും ഒരു സിംഗിളാണ് വന്നിരിക്കുന്നത്. 5 കൂടി ചോദിക്കുന്നത് 10,500 ചോദിക്കുന്നത്. 5 കൂടി ചോദിക്കുന്ന പ്രൈസ് 10,500. ലുട്ടിനോ ഓറഞ്ചിൻ്റെ 2 ബ്രീഡിംഗ് പെയറും ഒരു സിംഗിൾ അടക്കം വരുന്നത് 10,500 വരുന്നത്. അടുത്തതിൽ വന്നിരിക്കുന്നത് 2 ബ്രീഡിംഗ് പെയറും ഒരു സിംഗിളും മെയിലാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 1,500 രൂപയാണ് വരുന്നത്. ഇതിൽ സിംഗിൾ പീസിന് 1,500 വെച്ചാണ് പീസ് റേറ്റ് വരുന്നത്. 2 ബ്രീഡിംഗ് പെയറും ഒരു സിംഗിൾ മെയിലുമാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 1,500 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും പിന്നെ ഒരു സിംഗിൾ മെയിലുമാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രീഡിംഗ് പെയറിന് DNA ഉള്ളതാണ്. ഇത് പീസ് റേറ്റ് 3,000 രൂപയാണ് വരുന്നത്. ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് DNA ആണ് വരുന്നത്. പിന്നെ ഒരു സിംഗിൾ മെയിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് പീസ് റേറ്റാണ് 3,000 രൂപ വരുന്നത്. ഫിഷറാണ് വരുന്നത്. അപ്പോൾ മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത്. ആഫ്രിക്കൻ ലവ് ബേഡ്സ് എല്ലാം വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിൻ്റെ ബ്രീഡിംഗ് പെയറും ഒരു സിംഗിൾ ചിക്കും അടക്കം വരുന്നത് 3,600 രൂപയാണ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ചൈനീസ് അവളുടെ വൈറ്റ് ഷെയ്ഡ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2,600 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചൈനീസ് അവളുടെ വൈറ്റ് ഷെയ്ഡ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2,600 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,300 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ്. നല്ല അടിപൊളി ക്വാളിറ്റി കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന 4,300 രൂപയാണ്. നല്ല വൈറ്റ് കളർ, നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കിങ്. അടുത്ത് വന്നിരിക്കുന്നത് മുഗിയുടെ 10 കള്ളിയായ 5 പീസാണ് വന്നിരിക്കുന്നത്. ഇത് 5 കൂടി ചോദിക്കുന്നത് 1,600 രൂപയാണ് ചോദിക്കുന്നത്. മുഗിയുടെ 10 കള്ളിയായ 5 പീസ് 1,600 രൂപ.
അടുത്ത് വന്നിരിക്കുന്നത് ഷീൽഡ് കോപ്പറിൻ്റെ 7 കള്ളിയായ പെയറാണ്. 1700 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ്. ഷീൽഡ് കോപ്പറിൻ്റെ പെയറിൻ്റെ റേറ്റ് 1700 രൂപ. 7 കള്ളിയായ പെയറാണ്. ഇതിന് റേറ്റ് ചോദിക്കുന്നത് 1700 രൂപയാണ്. ഈ ഷീൽഡ് കോപ്പറിൻ്റെ പെയറിന് ചോദിക്കുന്ന റേറ്റ് വരുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ്സും ലാസ്റ്റ് പ്രാവുകളൊക്കെ എത്തിയിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് എത്തിയിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽസിൻ്റെ 2 പെയറാണ് വന്നിരിക്കുന്നത്. അതിനൊരു പെയറിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1600 രൂപയാണ്. ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ്. അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. 1600 രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് തൊട്ടതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് പെറ്റ്സും സെയിലുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് 2 ജോഡി അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽ 1600 രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ്. അടുത്തത് സ്കാൻ റോളിൻ്റെ 10 കള്ളിയായ മെയിലാണ്. 1500 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഷോർട്ട് ഫേസിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2100 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ്. ഷോർട്ട് ഫേസിൻ്റെ ഒരു ബ്ലാക്കും ഒരു സാൻഡിൽ റെഡ് പോലത്തെ കളറ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഷീൽഡ് ഫ്രില്ലിൻ്റെ 10 കള്ളിയായ മെയിലാണ്. 1600 രൂപയാണ് ഈ പീസിന് ചോദിക്കുന്ന റേറ്റ്. നല്ല ഫ്രില്ല് ക്വാളിറ്റിയുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. 1600 രൂപയാണ് ഈ ബ്രീഡിംഗ് മെയിലിൻ്റെ 10 കള്ളിയായ മെയിലിൻ്റെ റേറ്റ് വരുന്നത്. 1600 രൂപ. നല്ല ഫ്രില്ല് ക്വാളിറ്റി ഉണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1600 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ബെൽജിയം ടെയിൽ മാർക്ക് സിൽക്കി ഫാൻറ്റെയിൽ ഒരു ബ്രീഡിംഗ് പെയറും പിന്നെ ഒരു ചിക്കും കൂടി വന്നിരിക്കുന്നത്. റേറ്റ് ചോദിക്കുന്നത് 2600 രൂപയാണ്. ബെൽജിയം ടെയിൽ മാർക്ക് സിൽക്കി ഫാൻറ്റെയിലാണ് ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്ക്. 2600 രൂപ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പൗട്ടറിൻ്റെ 8 കള്ളിയായ മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1200 രൂപയാണ് ചോദിക്കുന്നത്. പൗട്ടറിൻ്റെ 8 കള്ളിയാണ് മെയിലാണ് വന്നിരിക്കുന്നത്. 1200 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ലോങ് ഫേസ് ആണ്. ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ഈ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്നുള്ളൂ. മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് പെറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ തുറക്കുന്നുണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ്. 1 വയസ്സായ ലാബിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് അഡോപ്ഷൻ നോക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് നോക്കാൻ പറ്റാത്ത കാരണമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ നമ്പർ എടുത്ത് കളയുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ അഡോപ്ഷനാണ്. നോക്കാൻ താല്പര്യമുള്ളവർക്ക് അവർ വിളിച്ച് ചോദിക്കാവുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ബേഡ്സ് വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂരിൽ നിന്ന് തന്നെയാണ്. നമ്മൾ 3ാം സെക്ഷനിൽ കാണിച്ച ബ്രീഡർ തന്നെ കണ്ടിന്യൂഷനാണ് വന്നിരിക്കുന്നത്. പോം പൗഡറാണ് വന്നിരിക്കുന്നത്. 2600 രൂപയാണ് ബ്രീഡിംഗ് പെയർ. പോംറേനിയം പൗഡറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 3ാം സെക്ഷനും 5ാം സെക്ഷനും സെയിം ബ്രീഡർ തന്നെയാണ്. മലപ്പുറം കൊളത്തൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത ജാക്കോബിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് ഒരു സിംഗിൾ ചിക്കൻ വന്നിരിക്കുന്നത്. 3600 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ജാക്കോബിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ്. പിന്നെ ഒരു സിംഗിൾ ചിക്കൻ കൂടി 3600 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപ. അമേരിക്കൻ ഫാൻറ്റെയിലാണ്. ബ്രീഡിംഗ് പെയറാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോ പൗഡറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ടൈഗർ മെയിലാണ്, വൈറ്റ് കളർ ഫീമെയിലാണ്. ഈ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 3300 രൂപയാണ്. ഗാഡിറ്റാനോ പൗഡറിൻ്റെ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 3300 രൂപ. ടൈഗർ കളറാണ് മെയിൽ വരുന്നത്. വൈറ്റ് ഫീമെയിലാണ്. ബ്രീഡിംഗ് പെയറാണ്.
3300 രൂപയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് പറവകളാണ് വന്നിരിക്കുന്നത്. പറവകൾ പീസ് റേറ്റ് 1200 രൂപയാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പറവകളാണ്, അഡൾട്ടുകളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 1200 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂർ നിന്നാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നമുക്കിന്ന് ഒരു ഫ്രീ അഡോപ്ഷൻ ലാബ് ഫീമെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പ്രാവുകളും പെറ്റ്സൊക്കെ നമുക്കിന്ന് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ പെറ്റ്സുകൾ ഏതെങ്കിലും സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ പറവകൾക്ക് ചോദിക്കുന്നത് 1200 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. നല്ല അടിപൊളി കളറും അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവകളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 1200 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സ്, പ്രാവുകൾ തന്നെ ഒരുപാട് വെറൈറ്റി പ്രാവുകൾ, ബ്രീഡിംഗ് പെയേഴ്സൊക്കെ നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.